കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്തീയ രൂപത്തിലും യഥാർത്ഥമായ ക്രിസ്തീയ ചൈതന്യത്തിലും കടന്നു വരിക. നമ്മൾ മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനി എത്ര അധികം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് അനുഗ്രഹങ്ങളും കർത്താവായ യേശു മിശിഹ നൽകും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്വർഗരാജ്യത്തിൽ വലുതാവണമെങ്കിൽ അവൻ്റെ ജീവിതം 3 കാര്യത്തിലൂടെ കടന്നു പോകണം. ഒന്നാമത്തെ കാര്യം, ആ വ്യക്തി കർത്താവിൻ്റെ ഒരു യോഗ്യമുള്ള ശിഷ്യനായിത്തീരണം. രണ്ടാമത്തത്, ആ വ്യക്തിൻ്റെ ജീവിതത്തിൽ അവന് വിനയത്വവും എളിമയും ഉണ്ടാവണം. മൂന്നാമത്തത്, അവൻ ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവായ യേശു മിശിഹ കഫർനഹൂമിലെത്തി. അപ്പോൾ വീട്ടിലാകുമ്പോൾ തന്നെ അവരോട് ചോദിച്ചു, വഴിയിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരിക്കുന്നതുള്ള കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് അവർ വഴിയിൽ വെച്ച് സംസാരിച്ചത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം? കർത്താവിൻ്റെ നാമത്തിൽ അവൻ വിശുദ്ധിപൂർവം വിശ്വാസപൂർവം അവൻ ജീവിക്കണം. ഇവിടെ കർത്താവായ യേശു മിശിഹ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരിലെയും ശുശ്രൂഷകനുമാകണം. അപ്പോൾ നമ്മൾ മനസ്സിലാകണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൽ ഞാൻ ഒരു ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഞാൻ എല്ലാത്തിനെല്ലാം അവസാനമുള്ളൊരു എളിമപ്പെടണം. വിനയത്വം എനിക്കുണ്ടാവണം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാപൂർവ്വം ജീവിക്കണം. ഞാനെന്ന വ്യക്തി സ്വർഗത്തിനും ഭൂമിയിലേക്ക് വന്നത് പ്രാർത്ഥിക്കാനും അനേക വ്യക്തികൾക്ക് ദൈവവചനം പങ്കുവയ്ക്കാനും അനേകർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഞാൻ എല്ലാവരുടെയും ശുശ്രൂഷകനും സേവകനുമാവണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് അവരെ വീണ്ടും സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആർക്കും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തില്ല. തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിച്ച് തിരിച്ച് പിടിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾക്ക് പറഞ്ഞു വിടാനാണെങ്കിൽ, ഉപേക്ഷിക്കാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാം. പക്ഷെ ഉപേക്ഷിച്ച് കളയാനല്ല, സ്വീകരിക്കാനാണ് കർത്താവായ യേശു മിശിഹ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പഴയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായി തീരണം ഞാൻ. അങ്ങനെ ഒരു പുതിയ വ്യക്തിയായി തീരുമ്പോൾ ഞാനെന്ന വ്യക്തി ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നല്ല കർത്താവിൻ്റെ നല്ല വചനങ്ങൾ കൊണ്ട് ഞാൻ ശേഖരിച്ചു കൊണ്ട് അതിൽ ഞാൻ ജീവിച്ചു തുടങ്ങും. രണ്ടാമതായി, കർത്താവായ യേശു മിശിഹ ഒരു കുഞ്ഞിനെ അവരുടെ മധ്യം നിർത്തി കൊണ്ട് കാണിക്കുന്നുണ്ട്. നിഷ്കളങ്കനാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര പാപമാണെങ്കിൽ അതെല്ലാം ഏറ്റുപറയേണ്ട നിഷ്കളങ്കയോടെ പ്രാവികളുടെ പോലെ നിഷ്കളങ്കമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരും. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് സമയം നമുക്കെല്ലാവരും സേവിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പ് അനുഗ്രഹൻ്റെ നോയമ്പായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.